മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ കാട്ടാനയാണ്. ചെണ്ടുവരെ എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ഈ പടയപ്പയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാർ വിട്ടുപോകുന്ന പരിപാടിയില്ല. പ്രദേശത്ത് വ്യാപകമായി ഈ പടയപ്പ കൃഷി നശിപ്പിച്ചെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും ചേരുന്നു. രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. SKN ഈ മൂന്നാർ വിട്ടുപോകാൻ എന്തായാലും പടയപ്പ ഉടനെയൊന്നും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് കന്നിമല ഭാഗത്തായിരുന്നു കാട്ടാന ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചെണ്ടുവാര എസ്റ്റേറ്റിൽ വന്നപ്പോഴും സമാനമായ രീതിയിൽ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്ന രീതി കണ്ടുവരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ അത് പരാതിയായി പറയുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ പ്രദേശത്തെ അത് രാത്രി കാലങ്ങളിലാണ് ഈ കൃഷി നശിപ്പിക്കുന്നത്. പകൽ സമയങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ എസ്റ്റേറ്റിലൂടെ ആണെങ്കിൽ പോലും അത് ചുറ്റിക്കറങ്ങും. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് പരാതി. RRTയുടെ നിരീക്ഷണമുണ്ട്. പ്രത്യേക RRT സംഘത്തെയൊക്കെ പടയപ്പയ്ക്ക് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് സ്ഥിരമായിട്ട് പടയപ്പ ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. നമ്മുടെ പടയപ്പ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും തന്നെ റെഡിയായി നടക്കുക.